1883 മാർച്ച് 14 ലണ്ടനിലെ തന്റെ വീട്ടിൽ കസേരയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ ചെറുപുഞ്ചിരിയോടെ കാർൽ മാർക്സ് ഈ ലോകത്തോടെ വിട പറഞ്ഞു. ഏംഗൽസ് മുഖേന വാർത്ത ലോകം മുഴുവൻ അറിഞ്ഞു. തന്റെ പ്രിയതമ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹൈഗേറ്റ് സെമിത്തേരിയിൽ തന്നെ അദ്ദേഹത്തിനും അന്ത്യവിശ്രമം കൊള്ളുവാനായിട്ട് സമൂഹം അനുമതി നൽകി. ഡാസ് ക്യാപിറ്റൽ 2-3 വോള്യങ്ങൾ മാർക്സിന്റെ മരണശേഷം ഏംഗൽസ് പ്രസിദ്ധീകരിച്ചു. കമ്മ്യൂണിസവും മാർക്സിസവും കാലഹരണപ്പെട്ട ചില ആശയങ്ങളാണെന്ന് ഇന്നും ശക്തമായി വാദിക്കുന്നവർ ഒട്ടനവധിയാണ്. എന്നാൽ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും സകല വിഭവങ്ങളും ഒരുപോലെ അനുഭവിക്കാൻ യോഗ്യതയുള്ളവരാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു വശത്ത് അതിസമ്പന്നതയും മറുഭാഗത്ത് പട്ടിണി മരണങ്ങളും ദുരിതം നിറഞ്ഞ ജീവിതങ്ങളും കർഷക ആത്മഹത്യയും പലതിൽ നിന്നും പാരതന്ത്ര്യവും നിറഞ്ഞ അസമത്വം നിറഞ്ഞ സമൂഹം, അത് ശരിയാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? മാർക്സിയൻ ആശയങ്ങൾ, കമ്മ്യൂണിസം ഇവയൊക്കെ പ്രാവർത്തികമാക്കുമ്പോൾ കൊടിയ പരാജയങ്ങൾ തന്നെയാണ് എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളത്. അത് മനുഷ്യന്റെ സ്വാർത്ഥതകൾ കാരണം. എന്നാൽ ലോകം ശാസ്ത്രത്തോടൊപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സമത്വസുന്ദരമായ ആ ദർശനങ്ങളിലേക്കാണ്, മാർക്സിയൻ ആശയങ്ങളിലേക്കാണ്, കമ്മ്യൂണിസത്തിലേക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഭൂമിയിലെ ജനകോടികൾക്ക് തല ഉയർത്തി നോക്കുവാൻ ഒരു മുഖം. അതെ, കാർൽ മാർക്സ്.